രാവിലെയുള്ള നടത്തത്തിന് ശേഷം മറ്റൊരിടത്തേക്കും പോകാതെ കൃത്യമായിട്ട് വീട്ടിൽ വരിക, റെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ തിയറി. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്കിന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പൊതുവിൽ കടയിൽ പോകാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് കടയിൽ പോയപ്പോൾ എനിക്കുണ്ടായ ചില തോന്നലുകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പലപ്പോഴും നമ്മളിൽ പലരും കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിനോദയാത്ര സിനിമയിൽ പറഞ്ഞതുപോലെ അരിക്കെന്താ വില, പയറിനെന്താ വില എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയില്ല. ബജറ്റിലടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുമ്പോൾ നമ്മളിൽ പലർക്കും അതിൽ പ്രതികരണശേഷി ഇല്ലാത്തതും അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കടകളിൽ ദിവസത്തിൽ ഒരു കടയിലെങ്കിലും കയറുകയാണെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രത്തോളം മാറ്റപ്പെട്ടു എന്ന് അറിയാൻ പറ്റും. നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറി ഉണ്ട്, എല്ലാം നല്ല അവധാനതയോടുകൂടി നോക്കി തന്നെയാണ് അദ്ദേഹം വാങ്ങുന്നത്. എല്ലാം ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളാണെന്ന് അദ്ദേഹം എടുത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഓണത്തെ വരവേൽക്കാനും ഈ കടക്കാർ ഒരുങ്ങിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഒരു ആവേശമുള്ളിൽ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഉള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചാണ്. നമ്മൾ കൗണ്ടറിൽ സാധനങ്ങൾ കൊടുത്ത് ബില്ലടിച്ചു, ഗൂഗിൾ പേ വഴിക്ക് പൈസ അയച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ്. ഏതൊരു ഷോപ്പിങ്ങിലും പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഞങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. താങ്ക്